എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. ഇന്ത്യൻ മണ്ണിൽ ഈ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം വഖഫ് എന്നതിനെ കുറിച്ചാണ്. അതിന്റെ ചർച്ചകൾ പാർലമെന്ററി കമ്മിറ്റിയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ഭാരതീയർക്ക് ഗുണകരമായതും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് യോജിച്ചതുമായൊരു തീരുമാനം വരുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇസ്ലാമികളെല്ലാം സ്വാഭാവികമായും ഒരൽപ്പം പ്രതിസന്ധിയിലാണ്. അവർ ദേശത്തെല്ലായിടത്തും സെമിനാറുകൾ നടത്തണമെന്നും അങ്ങനെ ആൾക്കാരെല്ലാവരെയും ബോധവൽക്കരിക്കണം എന്നുമുള്ള ആവേശത്തിലാണ്. കഴിഞ്ഞ ആഴ്ചയിലെ നബിദിനത്തോടുള്ള ബന്ധത്തിൽ ഉസ്താദ് അലിയാർ ഖാസ്മി നടത്തുന്ന ഒരു പ്രഭാഷണ ശകലം കേൾക്കുവാൻ ഇടവന്നു. അതിൽ നിന്നും എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എൻ്റെ ശ്രോതാക്കളുമായി ഒന്ന് സമ്പാദിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. KC വേണുഗോപാൽ അടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖർ ആ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വഖഫ് ബോർഡ് നിയമ ഭേദഗതി ആവശ്യമില്ലെന്നുള്ള മട്ടിന് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന് അപകടം പിടിച്ച ഒരു യാത്രയാണ് എന്നതിൽ സംശയം വേണ്ട. അതിൽ അറിയേണ്ടതൊരു പ്രധാനപ്പെട്ട കാര്യം, വഖഫ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് അത്രേ. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഒരിക്കൽ സമർപ്പിച്ചത് പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല എന്നതൊക്കെയാണ് ഇവരുടെ ന്യായം. ഇതൊക്കെ അവരുടെ ന്യായമാണ്. ഇത് നമുക്ക് ചുമന്നുകൊണ്ട് നടക്കേണ്ടുന്ന കാര്യമൊന്നും വാസ്തവത്തിൽ ഇല്ല. ഇനി ഇന്ത്യൻ മണ്ണിൽ വഖഫ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് നിലനിൽപ്പില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യക്കൊരു വിഭജനം ആവശ്യമാണെന്നും അത് ഇസ്ലാമിക രാഷ്ട്രം സെപ്പറേറ്റ് വേണമെന്നും ഹൈന്ദവ രാഷ്ട്രം സെപ്പറേറ്റ് വേണമെന്നും ഒരു ആവശ്യമാണ് ഉയർന്നു വന്നത്. അങ്ങനെ രാജ്യത്തിനൊരു വിഭജനം നിർബന്ധമായി വേണം എന്നൊരു ഘട്ടത്തിലാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും വിഭജിച്ചു കൊടുത്തുകൊണ്ട്, ഇസ്ലാമിക രാഷ്ട്രങ്ങളായി വിഭജിച്ചു കൊടുത്തുകൊണ്ട് ഇന്ത്യയെ സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റുന്നത്. ഇന്ത്യയെ സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റുമ്പോൾ അന്നത്തെ രാഷ്ട്രശില്പികൾ ചെയ്തൊരു കാര്യം, ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി നിർത്തുന്നതിന് പകരം ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രമാക്കി നിലനിർത്തുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചു. അതൊരു നല്ല കാര്യം തന്നെയായിരുന്നു എന്നതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഇന്ത്യയെ രണ്ടായി വിഭജിക്കുകയാണ്. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാനുണ്ടായ അടിസ്ഥാനം മതപരമായ വിഷയമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഇന്ത്യയിൽ നിന്ന് വിഭജിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വഖഫായി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം ചേർത്താണ് അവർക്കൊരു പ്ലേസ് കൊടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയത്. ഇനി അവർക്ക് ഇന്ത്യൻ മണ്ണിൽ ഒരു വഖഫുമില്ല. പിന്നെ ഇന്ത്യൻ മണ്ണിൽ ഉണ്ടാകുന്ന സ്ഥലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഹിന്ദുവിന്റെ സ്ഥലമാണ്. പക്ഷേ ഇന്ത്യയെ മതേതര രാജ്യമായി വെക്കുമ്പോൾ ഹിന്ദുവിന്റെ സ്ഥലം എന്ന് പറയാൻ പിന്നെ ആവില്ല. പിന്നെ നമുക്കൊന്നേ പറയാനൊക്കൂ, ഇത് ഇന്ത്യയുടെ സ്ഥലമാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥലം അല്ലെങ്കിൽ ഹിന്ദുവിന്റെ സ്ഥലം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയുമെന്നുള്ള ഇടമാണ് ഇന്ന് ഇന്ത്യൻ മണ്ണിലുള്ളത്. വഖഫ് ആവശ്യമുള്ളവർക്ക് പാകിസ്ഥാൻ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്, ബംഗ്ലാദേശ് വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്നവർക്ക് ഇസ്ലാമാണ് നിൽക്കുന്നതെങ്കിൽ സാധാരണ മറ്റെല്ലാവർക്കും മതേതര രാജ്യത്തിൽ ജീവിക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതും വെച്ച് മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇനി ഇവിടെ വഖഫ് ഉണ്ടെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നത് ഉചിതമായൊരു കാര്യമൊന്നും അല്ല. പിന്നെ ഇവിടെ ഇപ്പോ ഈ അലിയാർ ഖാസിമിയുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, വളരെ കഴിവുള്ളൊരു പ്രഭാഷകനാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ കള്ളത്തരങ്ങളെ നല്ല മികവാർന്ന ഭാഷാ ശുദ്ധിയോടുകൂടി സത്യമെന്ന മട്ടിന് അവതരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അത് അപാരം തന്നെ. ജനത്തിന്റെ ചോര തിളപ്പിക്കുവാൻ പാകത്തിന് അസത്യങ്ങളെ സത്യമാക്കി തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ മികവിനെ പുകഴ്ത്താതിരിക്കാൻ വകയില്ല. അതേസമയം അത് അസത്യമാണെന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ചുമതല ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക്
നമ്മുടെ മേൽ വന്നു പെടുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കേണ്ടതായി വരുന്നത്. എൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുന്നത് രാത്രിയിൽ 2 മണിക്കാണ്. അപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു. കാരണം നാളെ നേരം വെളുത്താൽ ചിലപ്പോൾ ആ കാര്യങ്ങളുടെ ഗൗരവം ചിലപ്പോൾ കുറഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ കാര്യം കേൾക്കാൻ. ഞാനൊരല്പം അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾപ്പിക്കാൻ ശ്രമിക്കാം. ഒന്ന്, ഇന്ത്യൻ മണ്ണിൽ വഖഫ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഇന്ത്യൻ മണ്ണിൽ അന്നുണ്ടായിരുന്ന വഖഫിനെ ഒരറ്റത്തേക്ക് മാറ്റി 2 രാജ്യങ്ങൾ തന്നെ കൊടുത്തിരിക്കുന്നു, പാകിസ്ഥാനും ബംഗ്ലാദേശും. ഇനി ഇന്ത്യൻ മണ്ണിൽ പണ്ട് ഉപ്പുപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നടക്കേണ്ടുന്ന യാതൊരു അവകാശവും ഇല്ല. ധാർമ്മിക അവകാശം എന്നല്ല, അവകാശമില്ല. നിയമപരമായി തന്നെ അവകാശമില്ല. ധാർമ്മിക അവകാശം പണ്ടേയില്ല, നിയമപരമായ അവകാശം ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഇതിനെ കോൺഗ്രസ് ഗവൺമെന്റ് അനുവദിച്ചു എന്ന് ചോദിച്ചാൽ ഇവരെ കൂടെ നിർത്തുവാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത് ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത്. മാത്രവുമല്ല, ഇസ്ലാമികളായ പലരും അന്ന് രാഷ്ട്രതന്ത്രജ്ഞന്മാരായി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഗൗരവമായി വരുവാനുണ്ടായ കാരണം ചെറായി മുനമ്പം മേഖലയിൽ 600 കുടുംബക്കാർക്ക് അവരുടെ സ്വന്തം വീട് നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കഥകൾ മാറുകയാണ്. എന്ന് പറഞ്ഞാൽ പണ്ടിവിടെ സുൽത്താൻ ഭരിച്ചിരുന്നു എന്നും അയാൾ ഭരിച്ചിരുന്ന ഭാഗങ്ങളെല്ലാം അവരുടെ ദൈവത്തിന് പറഞ്ഞു വച്ചിരുന്നതാണ് എന്നും അതുകൊണ്ട് 600 കുടുംബക്കാർ പാർക്കുന്ന ആ സ്ഥലവും എനിക്ക് തോന്നുന്നു ഗുരുവായൂർ അമ്പലവും വളരെ പഴക്കമുള്ള പള്ളിയും ഒക്കെ ചേരുന്ന ഇടങ്ങളെല്ലാം വഖഫാണെന്നും അവകൾ വിട്ടുകിട്ടണമെന്നുമുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഇസ്ലാമികൾ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓരോ ഭാഗമായിട്ട് അവർ തുടങ്ങും. കാരണം പെരിയാറിന് വടക്കോട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ ഇസ്ലാമിക ഭരണകർത്താക്കന്മാർ ഭരിച്ചിരുന്നവകളാണ്. അതുകൊണ്ട് ആ മേഖല മുഴുവൻ അവർക്ക് വേണം എന്നവർ അവകാശം പറഞ്ഞാൽ അത് അവരുടേതല്ല എന്ന് തെളിയിക്കാൻ തക്ക വേറൊരു തെളിവുകളും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇസ്ലാമിക ഭരണാധികാരികൾ ഭരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഹിന്ദു ഭരണാധികാരികൾ ഭരിച്ചിരുന്നു എന്നും അതുകൊണ്ട് ഇത് ഹൈന്ദവന്റേതാണെന്നും അവകാശപ്പെടാൻ ഹൈന്ദവന് ന്യായമായ പ്രമാണങ്ങളില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പ്രമാണമാണ് ഇവർക്കുള്ളത്, ഇവരുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ശരീഅത്ത് നിയമം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിച്ച് വഖഫ്, വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന് പറയുന്നത് പോലെ അത് അവരുടെ ന്യായമാണ്. ഇതെന്തിനാണ് ഇന്ത്യൻ മണ്ണിൽ ഈ സാധനം കൊണ്ടിറക്കേണ്ടുന്ന കാര്യം? അവരുടെ കയ്യിലത് വെച്ചോട്ടെ. അത് ഇവിടെ കൊണ്ടുവന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ മുകളിൽ പറത്താൻ ഇവർ ശ്രമിക്കുമ്പോഴാണ് അതിനെ നമ്മൾ എതിർക്കേണ്ടി വരുന്നത്. വളരെ ശ്രദ്ധിക്കുക. പെരിയാറിന് വടക്കോട്ടുള്ള ഭാഗങ്ങളിലാണ് സുൽത്താൻമാർ ഭരിച്ചിരുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാപിറ്റൽ സിറ്റിയിലാണ് പാർക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം പെരിയാറിന് വടക്കോട്ടല്ലേ ഉള്ളൂ, നമ്മളെ അത് ബാധിക്കില്ല. പക്ഷേ 1979 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ CH മുഹമ്മദ് കോയ എന്ന ഒരു ലീഗ് നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, 8ാമത്തെ മുഖ്യമന്ത്രി. അപ്പോൾ കേരളത്തിന്റെ 8ാമത്തെ മുഖ്യമന്ത്രിയായി 3 മാസം CH മുഹമ്മദ് കോയ ഇരുന്നത് കൊണ്ട് കേരളം ആസകലം അന്ന് അള്ളാഹുവിന് ഞങ്ങൾ പറഞ്ഞു വച്ചിരുന്നതാണ് എന്ന് പറഞ്ഞ് ഇവരൊരു ന്യായം ഇറക്കിയാൽ സുപ്രീം കോടതിക്ക് പോലും എതിർക്കാൻ കഴിയാത്ത രീതിയിലുള്ള നിയമപരിരക്ഷയാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. അതിനെ ഒഴിവാക്കി അതിൽ നിയമ ഭേദഗതി വരുത്തി നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ശരിക്കും കൃത്യമായ ബോധ്യം നിങ്ങൾക്ക് വേണം. 1947 ശേഷം ഇസ്ലാമിന് വഖഫ് എന്ന് പറയാനൊരു സ്ഥലം ഇന്ത്യൻ മണ്ണിൽ ഇല്ല. അതിനെല്ലാം കൂടി വഖഫ് എല്ലാം കൂടി ചേർത്താണ് പാകിസ്ഥാൻ ആക്കി കൊടുത്തതും ബംഗ്ലാദേശ് ആക്കി കൊടുത്തതും. അതുകൊണ്ട് ഇനി ഇന്ത്യൻ മണ്ണിൽ വഖഫ് എന്ന് പറയാനുള്ള സാധനമൊന്നുമില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവർ അവകാശപ്പെടുന്ന കാര്യങ്ങൾക്ക് നിയമപരമായ പരിരക്ഷയില്ല, ധാർമ്മികമായ പരിരക്ഷയില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ നിയമം അനുസരിച്ചിട്ടാണ് പറയുന്നത്. ആ ശരീഅത്ത് നിയമം ഇവിടെ കൊണ്ടുവന്ന് സാധാരണക്കാരന്റെ നെഞ്ചത്ത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ ഇവരുടെ സ്വന്തം വകയായിരുന്നു എന്ന് പറയുന്ന സ്ഥലം പിൽക്കാലത്ത് ഫറൂഖ് കോളേജിന് വിൽക്കുന്നു. ഫറൂഖ് കോളേജ് പിന്നീട് വെളിയിൽ വിറ്റ് പുട്ടടിക്കുന്നു. ആ സ്ഥലം ഇന്ന് പല ആൾക്കാർ മാറി 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 മേടിച്ച്
ഇന്നിപ്പോൾ 15ാമത്തെയോ 20ാമത്തെയോ ഒക്കെ ഉടമസ്ഥന്റെ കയ്യിലായിരിക്കാം ഇരിക്കുന്നത്. അവർ ചോര നീരാക്കി ലോൺ അടച്ച് ഒക്കെ സ്ഥലം കൈക്കലാക്കി അവിടെ വീട് വെച്ച് താമസിക്കുമ്പോൾ അവിടെ ഇവർ വന്ന് പറയുകയാണ്, പണ്ട് ഞങ്ങളുടെ ഉപ്പുപ്പാൻ ഇവിടെ ഭരിച്ചിരുന്നു, അതുകൊണ്ട് ഈ ഭാഗം ഞങ്ങൾക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ അത് വിട്ടുകൊടുത്തിട്ട് കയ്യും കെട്ടി നിൽക്കേണ്ടുന്ന അവസ്ഥ നമുക്കില്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. അലിയാർ ഖാസിമി പറയുന്ന മറ്റൊരു കാര്യം, ഇത് ഞങ്ങൾക്ക് ഇസ്ലാമിന് വേണ്ടിയിട്ടല്ല, ഇത് പൊതുജനത്തിന് വേണ്ടിയാണ്. അവിടെ ഒരു കിണർ വെട്ടിയാൽ എല്ലാവർക്കും ആ വെള്ളം കുടിക്കാനുള്ളതാണ്. അവിടെ ഒരു നദി ഞങ്ങൾ ഒഴുക്കിയാൽ അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ശുദ്ധ ഭോഷ്കാണ്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഖാസിമി പറയുന്നത് വളരെ ശുദ്ധമായ ഭോഷ്കിനെ ശരിക്കും നല്ലൊരു സത്യമാക്കി അവതരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അസാമാന്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മക്ക മദീന ഇടങ്ങളെല്ലാം മറ്റുതര ആൾക്കാരുടെ കയ്യിൽ നിന്ന് മുഹമ്മദ് പിടിച്ചെടുത്തതാണ് എന്നത് നാലോകർക്കെല്ലാവർക്കും അറിയാം. പിടിച്ചെടുത്തൊരു ചരിത്രം ഞങ്ങൾക്കില്ല എന്നാണ് ഖാസിമിയുടെ വർത്തമാനം. എന്തർത്ഥത്തിലാണിത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, സ്വന്തം വളർത്തുമകന്റെ ഭാര്യ വസ്ത്രം മാറുന്നത് കണ്ടപ്പോൾ അവനെ കൊണ്ട് അവളെ മൊഴി ചൊല്ലിച്ച് മാറ്റിയിട്ട് ആ കൊച്ചിനെ കൈക്കലാക്കിയ ചരിത്രമാണ് പ്രവാചകനുള്ളത്. അവിടം തൊട്ടങ്ങോട്ട് ഒരുപാട് ചരിത്രം പറയുവാൻ പ്രവാചകനുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കാക്ക പ്രസംഗിക്കുന്നത് കേട്ടു. മുഹമ്മദിനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ആരും ആ പെണ്ണിനെ പിന്നെ കല്യാണത്തിന് ആലോചിക്കാൻ പാടില്ല അത്രയും. മാത്രവുമല്ല, ഭാര്യയും ഭർത്താവുമായിട്ട് പോകുന്നത് മുഹമ്മദ് കണ്ടിട്ട് ആ പെങ്കൊച്ചിനെ അയാൾക്കങ്ങ് ഇഷ്ടപ്പെട്ടാൽ ഓൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയും പോലും. എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? കണ്ടവന്റെ ഭാര്യയെ പോലും കൈക്കലാക്കാൻ കൈക്കരുത്തും മികവും കള്ളത്തരവും കൈമുതലായിരുന്ന മുഹമ്മദ്, അദ്ദേഹത്തിന്റെ പിൻഗാമികളായി നിൽക്കുന്ന ഖാസിമി പറയുന്നത് ഏതർത്ഥത്തിലാണ് ശരിയായിട്ട് വരുന്നത് സുഹൃത്തെ? ഇനി എന്തെല്ലാം പറയാനുണ്ട്. കയ്യിലിരിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകത്തെ പകർത്തി എഴുതി അതിൽ ആവോളം തിരുത്തലുകൾ വരുത്തി അതിനകത്തെ കാതൽ ഉപദേശമായ കർത്താവായ യേശുക്രിസ്തുവിനെയും ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനെയും ഇകഴ്ത്തിക്കെട്ടുവാൻ വേണ്ടി കൊണ്ടുവന്ന വ്യാജപ്രചരണ ഗ്രന്ഥമല്ലേ കയ്യിലിരിക്കുന്നത് തന്നെ. ഖുറാനകത്ത് കുറെ നന്മകളുണ്ടെന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ ഖുറാൻ ഉണ്ടാക്കപ്പെടുന്നതിന് മുമ്പ് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടില്ലാത്ത, ഖുറാനിൽ മാത്രം പരാമർശിക്കുന്ന എന്ത് നന്മയാണ് സാറേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലുള്ളത്? അങ്ങനെ പറയാൻ ഒരെണ്ണം പോലും കയ്യിലില്ല. പിന്നെ എന്തർത്ഥത്തിലാണ് ഞങ്ങളാണ് ഇവിടെ ശുദ്ധ സത്യക്കാർ എന്ന് പറയുന്നത്? ഇനി കുറച്ചുകൂടി മാറി പറയാം. മദീനയും മക്കയും കൈക്കലാക്കി നാളുകൾ ചിലത് കഴിയുമ്പോൾ ആ സ്ഥലത്ത് അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്നറിയണം. ഇന്ന് ആ ഇടങ്ങളിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലേക്ക് അമുസ്ലിങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഖുറൈശികളുടെ കയ്യിൽ നിന്ന് 360 ദൈവങ്ങളെ കൈക്കലാക്കിയിട്ട് 359നെയും നശിപ്പിച്ചിട്ട് ഒരെണ്ണത്തെ എടുത്ത് ചാരി നിർത്തി അല്ലാ എന്ന് വിളിച്ചിട്ട് ഇതാണ് അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ യഹോവ എന്ന സത്യദൈവത്തെ മറച്ചു പിടിക്കുവാൻ വേണ്ടി മുഹമ്മദ് നടത്തിയ ഒരു നാടകമല്ലേ ഈ പറഞ്ഞ മതത്തിന്റെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കെഴുത്ത്, എല്ലാം അടിച്ചുമാറ്റി ഉണ്ടാക്കിയതാണ്. അടിച്ചുമാറ്റാത്തതായി ഒന്നും തന്നെ ഇല്ലാത്തൊരു മതം തന്നെയാണ് ഈ പറഞ്ഞ മതം. ആ മതത്തെ നമുക്ക് അങ്ങ് അംഗീകരിക്കാമെന്ന് വെക്കാം. വഖഫ് എന്ന് പറഞ്ഞ് കുറച്ച് സ്ഥലം അങ്ങ് വിട്ടുകൊടുത്തിട്ട് മിണ്ടാതിരിക്കാമെന്ന് വെച്ചാൽ ഇവരേറ്റെടുക്കുന്ന ഒരു സ്ഥലത്തുകൂടെയും പിന്നെ അമുസ്ലിമിന് നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം താമസിയാതെ ഉണ്ടാകും. ഇനി അമുസ്ലിം നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, ഭാര്യയും ഭർത്താവുമായിട്ട് പോവുകയാണെങ്കിൽ പെങ്കൊച്ചിനവിടെ വിട്ടേച്ചും പോകുന്ന ഒരു വർത്തമാനം പറയാനുള്ള ഒരു ഓപ്ഷൻ വേണ്ട ശരീരത്തിനകത്ത് കിടക്കുന്നു എന്ന് നിങ്ങളുടെ ഉസ്താദ് തന്നെ പറയുമ്പോൾ എങ്ങനെ ഞങ്ങൾക്ക് കണ്ണടച്ചു പിടിച്ച് പിന്നെയും വിട്ടുതരാൻ കഴിയും? ഭാരതത്തിൽ ഒരിക്കലുണ്ടായ മഹാകലാപം ഇനിയും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിയമപരമായി ഇക്കാര്യങ്ങളെ കൃത്യമായി നേരിടുവാൻ ആർജവത്വമുള്ളൊരു ഗവൺമെന്റ് ഉണ്ടായേ മതിയാകൂ. ഇന്ന് ഭാരതം ഭരിക്കുന്ന ഗവൺമെന്റിന് അത് ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഭാരതം ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നൊരു തീവ്ര അജണ്ടയുടെ ഭാഗമായിട്ടാണെങ്കിലും അതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് ഭാരതത്തെ കൊണ്ടുപോകുവാൻ സാധ്യതയുള്ള ഈ വിഷവിത്തുക്കളെ ഈ ഭാരതത്തിൽ കൂച്ചുവിലങ്ങിടുവാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർക്ക് തൽക്കാലം സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്കാവില്ല. അതുകൊണ്ട് നിശ്ചയമായും നരേന്ദ്രമോദി ഗവൺമെന്റിന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതായി വരും. കൃത്യമായും സപ്പോർട്ട് ചെയ്യും. കോൺഗ്രസിന് ഇനി ഭാരതത്തെ രക്ഷിക്കാൻ കഴിയുമോ എന്നെനിക്ക് ആശങ്കയുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ MP-മാരും MLA-മാരും എടുക്കുന്ന സ്റ്റാൻഡ് തിരിച്ചറിഞ്ഞിട്ട് വേണം അതിനെക്കുറിച്ച് ബാക്കിയുള്ളവർ ആലോചിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ
ഇസ്ലാമികൾ നിരന്തരമായി ദേശത്തെല്ലാം ഇറങ്ങി നടന്ന് സെമിനാറുകൾ നടത്തി അവരുടെ ഭാഗം തെളിയിക്കുവാൻ ശ്രമിക്കുമ്പോൾ സത്യമേത് എന്ന് വിളിച്ചു പറയേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. നാം ഇപ്പോൾ ഇത് പറയാതെ മിണ്ടാതിരുന്നാൽ വരും കാലങ്ങളിൽ നമ്മുടെ തലമുറകൾക്ക് ഈ റോഡിൽ ഇറങ്ങി നടക്കുവാൻ കഴിയാത്തൊരു അന്തരീക്ഷം ഉണ്ടാകും. സ്വതന്ത്ര ഭാരതത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും സ്വാതന്ത്ര്യമായി യാത്ര ചെയ്യുവാനുള്ള അവകാശം നമുക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ പിടിപ്പുകേടായി തന്നെ കാണണം. ഇനിയൊരു ഗാന്ധി മടങ്ങി വരാനില്ല, ഇനിയൊരു ജവഹർലാൽ നെഹ്റു മടങ്ങി വരാനില്ല. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മിടുക്കന്മാരെ പോലെയുള്ള ആൾക്കാർ ഇനി വരാനില്ല. അതുകൊണ്ട് അവർ നമുക്കുണ്ടാക്കി തന്ന സ്വാതന്ത്ര്യം അണുവിട കുറയ്ക്കാതെ അതിന്റെ അന്തസ്സ് സൂക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാതെ അവർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൽ ആറാടി ജീവിച്ചിട്ട് വരും തലമുറയ്ക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത രീതിക്ക് ജനിച്ച ഉടനെ കാലിൽ ചങ്ങലകളായി ജനിക്കത്തക്ക നിലപാടിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ അനാസ്ഥ ഇടവരുത്താൻ പാടില്ല എന്നതുകൊണ്ട് അല്പമെങ്കിലും ഒച്ച വെക്കാൻ ആരോഗ്യമുള്ള എല്ലാവരും ഒച്ചത്തിൽ ഒച്ച വച്ചിരിക്കണമില്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകാതെ പോകും. നമുക്ക് ലഭ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യം താമസമിന ചങ്ങലയായി മാറിപ്പോകും. കഴിഞ്ഞ പ്രാവശ്യത്തെ പിണറായി മന്ത്രിസഭയ്ക്കകത്ത് ജലീൽ എന്ന മന്ത്രി IAS-കാർക്കും IPS-കാർക്കും കിട്ടുന്ന അതേ ശമ്പളവും അതേ ആനുകൂല്യങ്ങളും ഉസ്താദുമാർക്ക് ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ട് വച്ചിരിക്കുന്ന ഒരു ഹർജി ഇപ്പോൾ നിയമസഭയിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയുക, ഏതെങ്കിലും പാസ്റ്റർമാർക്ക് ഗവൺമെന്റ് ശമ്പളം ലഭ്യമാകുന്നുണ്ടോ? ഏതെങ്കിലും പള്ളിയിലച്ചന്മാർക്ക് ഗവൺമെന്റ് ശമ്പളം ലഭ്യമാകുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഉസ്താദുമാർക്ക്, രാജ്യദ്രോഹം പഠിപ്പിച്ച് നടക്കുന്ന ഉസ്താദുമാർക്ക് ശമ്പളം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നു. എല്ലാ ആനുകൂല്യങ്ങളും അവർ കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ പൊതുമുതൽ ഇവർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 11,000 മദ്രസകളാണ് കേരളത്തിലുള്ളത് എന്നാണ് കണക്ക്. 11,000 മദ്രസകൾ ഉണ്ടെങ്കിൽ എത്ര ഉസ്താദുമാരുണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർക്കെല്ലാം വരുന്ന ശമ്പളം ഗവൺമെന്റിൽ നിന്നാണ് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അലിയാർ ഖാസിമി പറയുന്ന കാര്യങ്ങളെ ഒന്നും കേട്ട് നമ്മൾ സത്യമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിനകത്തുള്ള അവാസ്തവങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരല്പഭാഗം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നിന്ന് കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നതിന്റെ മറുപടി ഏറെക്കുറെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും കുറച്ചുകൂടി പറയേണ്ടി വന്നാൽ ഞാൻ പറയാം. നമുക്കൊന്ന് കേൾക്കാം. ഭേദഗതിയുടെ പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഭാപിതാക്കന്മാരെന്ന് നാം ഏറെ ബഹുമാനത്തോട് വിശേഷിപ്പിച്ചിരുന്ന പുരോഹിതന്മാർ എത്ര അന്തസ്സുള്ളവരായിരുന്നു ഇന്നലകളിൽ. നമ്മളെ വിദ്യാഭ്യാസം തന്ന് വളർത്തിയവരാണ് അവർ. ആതുരാലയങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ നാടുകളിൽ സൃഷ്ടിച്ച് നമുക്ക് രോഗശാന്തി നൽകിയവരാണ് അവർ. അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തവരാണ്. പക്ഷെ അവരുടെ പിന്മുറക്കാരാണെന്ന് പറയുന്നവർ അവർ എഴുതിയിരിക്കുന്നു നിയമപരിരക്ഷയുള്ള കൊള്ള സംഘമാണ് വഖഫ് ബോർഡെന്ന്. പിതാക്കന്മാരുടെ പിന്തുണയോടുകൂടി ദീപിക പത്രത്തിൽ എഴുതുകയാ വഖഫ് എന്ന് പറയുന്നത്, വഖഫ് ബോർഡ് എന്ന് പറയുന്നത് നിയമപരിരക്ഷയുള്ള കൊള്ള സംഘമാണെന്ന്. എന്നിട്ട് അവർ പറയുന്നു മുഗളന്മാർ ഇട്ടേച്ചു പോയ സ്വത്താണ് ഇവരുടെ കയ്യിലിരിക്കുന്നതെന്ന്. ശരിയാണോ അത്? ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വസ്തുതകൾ തുറന്നു കാട്ടപ്പെടേണ്ടത് ഈ കുറഞ്ഞ സമയത്തല്ല, ഇതൊരു ക്യാമ്പയിനായി തന്നെ ജനമനസ്സുകളിൽ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ടെന്ന് മാത്രം പറയുകയാ. കണ്ടോ, ഇതൊരു ക്യാമ്പയിനാക്കി നാട്ടിലുടനീളം സത്യാവസ്ഥ അറിയിക്കണമെന്ന്. ഇവിടെ സത്യാവസ്ഥ വേറൊന്നുമില്ല. 1947 ഓഗസ്റ്റ് 15 ശേഷം വഖഫിനൊരു സ്ഥലം ഇവിടില്ല. വഖഫായിട്ടുള്ള മുഴുവൻ സ്ഥലവും പാകിസ്ഥാനുമാക്കിയും ബംഗ്ലാദേശാക്കിയും വിഭജിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ വഖഫ് എന്നും പറഞ്ഞ് ആർക്കും സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ക്യാമ്പയിൻ ഒന്നും നടത്തി ആരെയും ഒന്നും പറഞ്ഞു കൊടുക്കാനൊന്നും ഇവിടില്ല. അങ്ങനെയെങ്കിൽ ഇനി അങ്ങനെ തന്നെയാണെന്ന് സംബന്ധിച്ചോളൂ. അല്ലെന്ന് നമുക്കറിയാം. ഞാനതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു നിന്നാൽ നീണ്ടുപോകും. എല്ലാം നമ്മുടെ കാരണവന്മാർ, നാം മക്കൾ അനുഭവിക്കേണ്ടത് പടച്ച തമ്പുരാന്റെ പ്രീതിക്ക് വേണ്ടി വഖഫ് ചെയ്ത സ്വത്താണ് നമ്മുടെ പള്ളി ഇരിക്കുന്നത്, നമ്മുടെ മദ്രസ ഇരിക്കുന്നത്. അല്ലാത്ത ഏതെങ്കിലും മുഗളന്മാർ തന്ന കായംകുളത്തുണ്ടോ, കൊല്ലത്തുണ്ടോ, എവിടെങ്കിലും ഉണ്ടോ? എന്നിട്ടും പറയുകയാണ് ഈ സഭാപിതാക്കന്മാരുടെ പിന്തുണയോടുകൂടി ദീപിക പത്രത്തിൽ എഴുതുകയാ വഖഫ് എന്ന് പറയുന്നത്, വഖഫ് ബോർഡ് എന്ന് പറയുന്നത് നിയമപരിരക്ഷയുള്ള കൊള്ള സംഘമാണെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അച്ഛന്മാര് പറഞ്ഞ കാര്യം വളരെ കൃത്യമായ കാര്യമാണ്. വഖഫ് എന്ന് പറയുന്നത് നിയമപരിരക്ഷയുള്ള കൊള്ള സംഘം തന്നെയാണ്. ഇപ്പോൾ അവർ കൈക്കൽ വെക്കുന്ന എല്ലാ സ്വത്തുക്കളും കൃത്യമായും കൊള്ള മുതൽ തന്നെയാണ്. കേട്ടു നോക്കാം. ഉണ്ടായിരുന്നു അവിടുത്തെ SD കോളേജ് ബ്രിട്ടീഷുകാരുടെ കാലത്തതല്ലേ? ചങ്ങനാശ്ശേരിയിലെ SD കോളേജ് ബ്രിട്ടീഷുകാരുടേതല്ലേ? ഞാനിപ്പോ ആലുവയിലാണ്. യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആരുടേതാണ്? ഈ അച്ഛന്മാരാരും വഖഫ് ചെയ്തതല്ല, അതൊക്കെ ബ്രിട്ടീഷുകാരുടേതാണ്. അതെല്ലാം വിട്ടുകൊടുക്കുമോ?
ആ സഭാ സ്വത്തുക്കളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് കാനൂൻ നിയമം അനുസരിച്ച് ഞങ്ങൾ ഭരിച്ചോളാം. അവിടെ ഇന്ത്യയുടെ ഭരണഘടന പോലും ഇടപെടാൻ അനുവദിക്കില്ലെന്ന് ഇക്കാലം അത്രയും പറയുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നവർ, അതിനെതിരിലല്ലേ ജോസഫ് പുലുക്കുന്നിൽ പോലുള്ള ക്രിസ്ത്യൻ സഭ? വളരെ തെറ്റായ തെറ്റിദ്ധരിപ്പിക്കലാണ് അദ്ദേഹം പറയുന്നത്. നമ്പർ 1, പള്ളിക്കാർ കയ്യിൽ വെച്ചിരിക്കുന്ന സ്വത്ത് അവരുടെ അപ്പന്മാരുടേതാണോ? അല്ല, ബ്രിട്ടീഷുകാരുടെ ഇട്ടേച്ചു പോയതല്ലേ. ബ്രിട്ടീഷുകാർ ഇട്ടേച്ചു പോയത് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്നതല്ല. ഇത് ഇന്ത്യക്കാരന്റെ മണ്ണാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇസ്ലാമിന് കിട്ടേണ്ടുന്ന വക തന്ന് രാജ്യം പകുത്തു മാറ്റി കഴിഞ്ഞു. ക്രൈസ്തവൻ ഇവിടെ കിട്ടേണ്ട സ്വത്തൊന്നും പറഞ്ഞ് വേറെ രാജ്യമൊന്നും പകുത്തെങ്ങും പോയിട്ടില്ല. ക്രൈസ്തവന്റെ അവകാശ ഭൂമി അതിവിടെ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരനെ ഇവിടെ നിന്ന് ഓടിക്കുമ്പോൾ അവൻ ഇട്ടേച്ചു പോയത് എന്നതിനേക്കാൾ ഉപരി അവനിവിടെ നടത്തിയിരുന്ന സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതാവകാശം മാത്രമാണ് ഇന്ന് സഭകൾക്കുള്ളത്. സഭകളുടെ കയ്യിൽ ആ സ്വത്തിരിക്കുന്നു എങ്കിൽ പോലും ട്രസ്റ്റ് വഴി അല്ലെങ്കിൽ സൊസൈറ്റി വഴി അതിന്റെ മുഴുവൻ അധികാരവും ഇന്ത്യൻ പ്രസിഡന്റിനാണുള്ളത് എന്ന വസ്തുത അലിയാർ ഖാസിമി തിരിച്ചറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ അറിയേണ്ടുന്ന വളരെ ഗൗരവമുള്ള കാര്യമുണ്ട്. ഇനി 1947 ശേഷം ഇവിടെ വഖഫ് ഇല്ല എന്ന് പറഞ്ഞു. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പറയുന്ന വഖഫ് ഇടപാടുകളും ക്രൈസ്തവ സഭകൾ കയ്യിൽ വച്ചിരിക്കുന്ന സ്വത്തിന്റെ ഇടപാടും രണ്ട് രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ ഇന്ന് കയ്യിൽ വച്ചിരിക്കുന്ന സ്വത്തുവകകൾ അതിന്റെ മതിലിനപ്പുറത്തുള്ള സ്ഥലം പോലും പണ്ട് ഞങ്ങളുടേതായിരുന്നു എന്നോ പണ്ട് അവിടെ അത് ക്രിസ്ത്യാനിയുടേതായിരുന്നെന്നോ അതുകൊണ്ട് ഞങ്ങൾക്ക് മടക്കിത്തരണമെന്നോ ഒരു സ്ഥലവും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ആ കാര്യം വളരെ കൃത്യമായിട്ട് തിരിച്ചറിയണം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങൾ ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്ന സമയം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് പറഞ്ഞൊരു രാജ്യം ഞങ്ങൾ പകുത്തു പോയിട്ടില്ല. ഞങ്ങളുടെ അവകാശ ഭൂമി ഇവിടെ തന്നെ കിടപ്പുണ്ട്. നമ്പർ 2, ഞങ്ങൾ ഒരു സ്ഥലവും ഇത് ഞങ്ങളുടെ ദൈവത്തിനുള്ളതാണ് എന്നും ഞങ്ങളുടെ ആൾക്കാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട് എന്നും അന്നിവിടെ ആൾക്കാർക്കുള്ളിൽ തോന്നിയിട്ടുണ്ട് ദൈവത്തിന് കൊടുക്കണമെന്നും അതുകൊണ്ട് ഈ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായേ പറ്റൂ എന്നും ഞങ്ങളുടെ ഈ തീരുമാനങ്ങൾക്ക് ഗവൺമെന്റിനോ സുപ്രീം കോടതിക്കോ പോലും ചോദിക്കാൻ അനുവാദമില്ലെന്നും ഞങ്ങൾ പറയുന്നില്ല. ഇതെല്ലാം പറയുന്നത് നിങ്ങളാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്നാണ് പ്രത്യാശിക്കുന്നത്. മനസ്സിലാകാൻ ഒരു അല്പം പ്രയാസമുണ്ടാകും. പക്ഷേ ഇക്കാര്യം തിരിച്ചറിഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് ഇന്ത്യൻ മണ്ണിൽ ഇസ്ലാം കാണിച്ചു കൂട്ടുന്ന ഈ അന്യായത്തിനെതിരെ പോരാടേണ്ടത് സകല ഇന്ത്യക്കാരുമാണ്. ഇന്ത്യക്കാർ ശക്തിയുദ്ധം പോരാടിയില്ലെങ്കിൽ പാലസ്തീനികൾ ഓടുന്നത് പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. ലബനൻക്ക് ഒരു തെക്ക് വടക്ക് ഓടുന്നത് പോലെ നമ്മൾ ഓടേണ്ടി വരും. അതുകൊണ്ട് വഖഫ് ഭേദഗതി മാത്രമല്ല, ശരീഅത്ത് നിയമം ഇന്ത്യൻ മണ്ണിൽ സ്ഥാപിതമാക്കുവാൻ അനുവദിക്കാൻ പാടില്ല. കോൺസ്റ്റിറ്റ്യൂഷന് മുകളിലേക്ക് പറക്കുന്ന ഒരു നിയമവും ഒരു പാർട്ടിക്കും ഇന്ത്യയിൽ അനുവദിച്ചു കൊടുക്കുവാൻ പാടില്ല. ഇന്ത്യയിൽ ഏറ്റവും മികച്ചു നിൽക്കേണ്ടത് നമ്മുടെ ഭരണഘടന തന്നെയാണ്. 18 വയസ്സിലെ പെൺപിള്ളേർക്ക് കല്യാണം പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ മതി. അതിന് മുകളിൽ കല്യാണം കഴിക്കാൻ ഒരു ശരീഅത്ത് നിയമത്തെ കൊണ്ടും അനുവദിക്കാൻ പാടില്ല. ഇന്ത്യൻ മണ്ണിൽ ജീവിക്കുന്ന സകലവരും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ തന്നെ ജീവിച്ചാൽ മതി. അതിന്റെ മുകളിലൊന്നും ജീവിക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല. അത് ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ കൃത്യമായി ബാധിക്കും. മോദിജി ആദ്യം കയറുന്ന സമയം ഭാരതത്തിലെ കോൺസ്റ്റിറ്റ്യൂഷന് അപകടം വരുമെന്നൊരു മണമുണ്ടായിരുന്നു. അന്ന് എല്ലാവരും ശക്തിയുദ്ധം ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന് ആർത്തു വിളിച്ചിരുന്നു. ഭരണഘടനയെ തിരുത്തുവാൻ അനുവദിക്കാത്ത വിധം ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് എല്ലാവരും ബഹളം വച്ചിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിനും ഇവിടെ ഭരണഘടനയ്ക്ക് മുകളിൽ പറക്കുവാൻ അനുവാദം കൊടുക്കേണ്ടെന്ന് യാതൊരു ആവശ്യമില്ല. അതിന് കീഴിൽ നിന്നാൽ മതി. എല്ലാവരും, ക്രൈസ്തവനും അതിന് കീഴിൽ നിന്നാൽ മതി. ഭരണം നടത്തുന്ന ഭരണാധികാരികളും ഭരിക്കപ്പെടുന്ന ജനവും എല്ലാവരും ഇപ്പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ നിന്നാൽ മതി. ആരെയും അതിന്റെ മുകളിൽ കയറാൻ അനുവദിക്കേണ്ടതില്ല. അനുവദിക്കുന്ന ഒരു കാലമുണ്ടായാൽ നമ്മുടെ രാജ്യം തകരും എന്നതിന് യാതൊരു സംശയവും വേണ്ട. മോദിയുടെ അവസരോചിതമായ ഇടപാടിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരായുധീകരിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ അന്തസത്തയെ തകർക്കുന്ന തരത്തിലുള്ള സകല സംവിധാനങ്ങളെയും നിരായുധീകരിക്കുവാൻ ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്തണം. അതിന്റെ കൂടെ നിൽക്കുവാൻ ഭാരതത്തിലെ എല്ലാ ജനങ്ങളും തയ്യാറാകണം എന്ന് വളരെ വിനയത്തോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇത്രയും സുന്ദരമായി ജീവിക്കുവാൻ അവസരം ലഭ്യമായിരിക്കുന്ന ഈ ഭാരത മണ്ണിൽ
നമ്മൾ സുഖലോലുപതയിൽ മയങ്ങിപ്പോകരുത്. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ തലമുറകൾക്കും ലഭ്യമാകുവാൻ പാകത്തിന് യുദ്ധം ചെയ്ത് പിടിച്ചു നിർത്തേണ്ടുന്ന ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതിനുവേണ്ടി പോരാടാം. സ്വാതന്ത്ര്യം നിലനിൽക്കട്ടെ, നമ്മുടെ ഭാരതം നിലനിൽക്കട്ടെ. ഹിന്ദുവിനും പാഴ്സിക്കും ജൈനനും ഇസ്ലാമിനും ക്രൈസ്തവനും ഈ മണ്ണിൽ സ്വൈരമായും സുഖമായും സന്തോഷത്തോടും ജീവിക്കുവാൻ അവസരമുണ്ടാകട്ടെ. അതിനെതിരെയുള്ള എല്ലാ കാടത്വ ഫിലോസഫികളുടെയും വരിയുടയ്ക്കുവാൻ നമുക്ക് കഴിയണം. ഭാരതം എന്റെ രാജ്യമാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരീ സഹോദരന്മാരാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് ഉച്ചൈസ്തരം പറയുവാൻ നമുക്ക് അവസരമുണ്ടാകട്ടെ. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.